ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റബിൾ കറി റെസിപ്പി ആയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഗ്രീൻ ബീൻസ് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക. ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളുടെ നെകക്കെയുള്ള വെള്ളമായിരിക്കണം എടുക്കാനായിട്ട്. കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ കുക്കർ അടുപ്പിലേക്ക് വെക്കുക. ആവി വന്നു കഴിയുമ്പോൾ മാത്രം വിസിലിടുക. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും വരണം. ആവി പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. കഷ്ണങ്ങളെല്ലാം ചെറിയ രീതിയിൽ വെന്തുടഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. തേങ്ങ ആവശ്യമില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് താളിച്ച് കറി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അത് ഈ കറിയിലേക്ക് ചേർത്ത് കറി നന്നായി തിളയ്ക്കാനായി വെക്കുക. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളയ്ക്കണം. ഈ ഒരു സമയം ഒരു പാനിൽ അടുപ്പിൽ വെക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില ഇട്ട് താളിച്ചെടുക്കുക. ഈ താളിച്ചത് ചൂടായിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. എല്ലാം നന്നായി ചൂടായി ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കറി അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വെജിറ്റബിൾ കുറുമ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്